ലെബനാൻ ആക്രമണത്തിൽ ഇസ്രായേലിന് മാരക തിരിച്ചടി. 16 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതും 696 പേർക്ക് പരിക്കേറ്റ വിവരം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഇസ്രായേലിൻ്റെ മാധ്യമ മീഡിയകളും സ്ഥിരീകരിച്ചു. വൻതോതിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം വളഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തെ വളഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. പലതും പ്രതിരോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഇരയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ഫെബ്രുവരി മാസം മുതൽ ഇസ്രായേലിന് കഷ്ടകാലമാണ്. അവർ പുറത്തോട്ട് പറയുന്ന ന്യൂസുകളോ വിവരങ്ങളോ അല്ല യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നത്. ഒരു ദിവസത്തിൽ ഒരു ഇസ്രായേലി സൈനികരെങ്കിലും പരിക്കേൽക്കുകയോ മാരകമായിരിക്കുന്ന മുറിവേൽക്കുകയോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടാങ്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവചിത വാഹനങ്ങളോ അതല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വാഹനത്തിനോ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്നുണ്ട്. ചില ഏരിയകളിലൊക്കെ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അതെല്ലാം എളുപ്പത്തിൽ നീക്കം ചെയ്തുകൊണ്ട് സൈനികർക്ക് സുരക്ഷിതത്വം ഒരുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ലിസ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ട് ഓരോ ദിവസവും നടന്നിരിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. മാർച്ച് മാസം 2-ാം തീയതി 4 സൈനികർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏപ്രിൽ മാസം 1 അല്ലെങ്കിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്കേറ്റു. മെയ് മാസമാണ് കഷ്ടപ്പാടിൻ്റെ ഏറ്റവും അങ്ങേ തലയുണ്ടായത്. 3 പേർ കൊല്ലപ്പെട്ടു, 6 മുതൽ 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഇങ്ങനെ ഓരോരോ ദിവസം നടന്നിരിക്കുന്ന ആ സംഭവം സ്ഥിരീകരിക്കപ്പെട്ടത് പുറത്തു വരുന്ന സമയത്ത് 16 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ എത്ര പേർ ഉണ്ടാവും എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പുറത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ അറിയൂ. അവർ പുറത്ത് പറയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സാധാരണ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കയോ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ സൈനികർക്കോ സംവിധാനത്തിനോ ഏതെങ്കിലും തരത്തിൽ അപകടമോ മരണമോ പരിക്കേൽക്കുകയോ ചെയ്താൽ റിപ്പോർട്ട് പുറത്തു വിടാറില്ല. അതിലൊരു 10 പേർക്കൊക്കെ പരിക്കേറ്റാൽ 1 പേർക്ക് ചെറിയ ആൾക്ക് പരിക്കേറ്റു എന്നുള്ളതും ഒരു 10-20 പേർ കൊല്ലപ്പെട്ടാൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്ന രീതിയാണ് അവർ പിന്തുടരാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് ചുരുക്കം. അതിർത്തിയിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്നു. ഗ്രൗണ്ട് ഓപ്പറേഷനിൽ വലിയ രീതിയിൽ സ്ഫോടനം നടക്കുന്നു. അതായത് ടാങ്കറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ, കവചിത വാഹനങ്ങളടക്കം ലെബനാൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറിക്കൊണ്ട് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗം എന്ന് അല്ലെങ്കിൽ ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു ഇസ്രായേൽ പറയുന്നു. പക്ഷേ ലെബനാൻ പറയുന്ന കാര്യം മരിക്കുന്നത് മുഴുവൻ നിരപരാധികളാണ്. നിങ്ങൾ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പറയുന്നു അവരെങ്ങോട്ട് രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നു, അവരെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, പകരം നിങ്ങൾ സാധാരണക്കാരെ കൊല്ലുന്നു, അതിൽ എണ്ണം പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അത് ഹിസ്ബുള്ള ഗ്രൂപ്പാണെന്ന് പറയുന്നു. ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഏകദേശം 32 ലെബനാനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആൻറ്റി ടാങ്ക് മിസൈൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. അഥവാ ഗ്രൗണ്ട് ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ടാങ്കുകൾ തകർക്കപ്പെടുന്നു. ഒരു ടാങ്കിനകത്ത് ഏകദേശം 4 സൈനികരെങ്കിലും ഉണ്ടാവും എന്നാണ് കണക്ക്. ടാങ്കുകൾ പൊട്ടിത്തെറിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് സൈനികർക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ടാങ്ക് പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ചുരുങ്ങിയ 4 സൈനികരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇറാൻ്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ വ്യാപകമായ രീതിയിൽ ലെബനാൻ ഉപയോഗിക്കുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അനുമാനം. മരണവും നാശനഷ്ടവും കൃത്യമായ രീതിയിൽ കണക്കാക്കിയിട്ട് പുറത്തു വിടുന്നില്ല എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. 2 വർഷത്തിൽ ഇത്ര രൂക്ഷമായിരിക്കുന്ന ആക്രമണം ഇതാദ്യമാണ്. ഇത്തരം ആക്രമണ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും വേണ്ടി സാധാരണഗതി സാധിക്കാറുണ്ട്. മൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയമുണ്ടാക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മൈനുകൾ പൊട്ടിത്തെറിക്കുന്നു. അത് ഏത് ഏരിയയിൽ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നാഷണൽ ഹൈവേ പോലെയുള്ള, അതായത് എല്ലാ സമയത്തും വാഹനങ്ങൾ പോകുന്ന റോഡിൻ്റെ അടിയിൽ പോലും ഇത് ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. മൈനുകൾ പല ഘട്ടങ്ങളിലും റിമോട്ടുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് തകർക്കേണ്ട വാഹനങ്ങൾ അതിൻ്റെ മേലെ കയറുന്ന സമയത്ത് റിമോട്ട് കൺട്രോൾ കൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ വാഹനം കയറിയാൽ തന്നെ ഈ മൈനുകൾ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ പറയുന്ന കാര്യം
ഇപ്പോഴത്തെ കുറഞ്ഞ കാലത്തിൻ്റെ ഇടയിൽ, അതായത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതോടനുബന്ധിച്ച് ഇറാൻ പറയുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ലെബനാനെയും കൂടി കൂട്ടിച്ചേർത്താണ് പറയാറുള്ളത്. ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2 വർഷത്തോളം യുദ്ധം ഉണ്ടായ സമയത്ത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് മധ്യസ്ഥർ മുഖാന്തരം പോലും ഈജിപ്തോ അല്ലെങ്കിൽ ഖത്തറോ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാനെയും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഈ മേഖല നടക്കുന്ന രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ കാഠിന്യമുള്ളത് കൊണ്ടാണ് എന്നാണ് അനുമാനം. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലെബനാൻ്റെ ഭാഗങ്ങൾ, ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ഭാഗത്തിനപ്പുറം മറ്റു ചില ഭാഗങ്ങളും കൂടി അവർ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പ്. ഗവൺമെൻറ് അവിടെ വലിയ രീതിയിൽ ചർച്ച നടത്തുന്നു, എന്നാൽ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറല്ല എന്ന് ഇസ്രായേൽ പറയുന്നു. യഥാർത്ഥത്തിൽ ആരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്? യുദ്ധം ചെയ്യുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ പിന്നെ ലെബനാൻ സർക്കാരുമായിട്ട് ചർച്ച നടത്തിയതുകൊണ്ട് എന്ത് പ്രയോജനം? സർക്കാരുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ നിരപരാധികൾ കൊല്ലില്ല, ഞങ്ങൾ ആക്രമണം നടത്തില്ല എന്നൊക്കെ പറയും. ആ ചർച്ച അവസാനിച്ച് ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് തന്നെ പലതരത്തിലും പല രീതിയിലും ലെബനാനെ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ആശുപത്രി സമുച്ചയത്തിലേക്കും താമസ സ്ഥലത്തേക്കും ആളുകൾ തിങ്ങിക്കൂടിയ ഈ ഏരിയകളിലേക്കൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവരൊരു പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചെറിയ കുട്ടികൾ, 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ, പിന്നീട് മുതിർന്ന പൗരന്മാർ, 60 വയസ്സിൻ്റെ മേലെ ഉള്ളവർ, വികലാംഗർ, ആരോഗ്യപരമായി പ്രശ്നമുള്ളവർ, ഇവരൊക്കെ എങ്ങനെയാണ് ഒരു യുദ്ധത്തിൻ്റെ മുന്നണി പോരാളിയായിട്ട് നിൽക്കുക എന്ന ചോദ്യത്തിന് ഇസ്രായേൽ ഉത്തരം പറയുന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആക്രമണം നടത്തുന്ന സമയത്ത് അവരെ കിട്ടിയിട്ടില്ലെങ്കിൽ, അവരെ കൊല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, പിടികൂടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വേഗം എന്ത് ചെയ്യും? ലെബനാനികളായിരിക്കുന്ന 5-10 പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം അത് ഹിസ്ബുള്ള ഗ്രൂപ്പാണെന്ന് പറയുകയും ചെയ്യും. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ തരത്തിലും ഈ സ്ഥിതിയിലേക്കും യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്തുകൊണ്ട് ലെബനാൻ ആക്രമിക്കൂ എന്ന് പറഞ്ഞാൽ വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന് നേർക്കുനേരെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ലെബനാനാണ്. ഇറാൻ എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ ഇസ്രായേലിൻ്റെ അതിർത്തി രാജ്യമല്ല. ഇവിടുന്ന് 2000 കിലോമീറ്റർ ദൂര പരിധിയാണ് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം. അവർ ആകാശ യുദ്ധം നടത്തുമ്പോൾ ഇവർ കരയുദ്ധം നടത്തുന്നു. കാര്യം വെച്ചാൽ അതിർത്തി കേന്ദ്രീകൃതമാണ്. അതിർത്തി കേന്ദ്രീകരിച്ചുള്ള മറ്റു രാജ്യത്തിൽ നിന്നും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്ന് ഈജിപ്താണ്, കുഴപ്പങ്ങളില്ല. ജോർദാനാണ്, കുഴപ്പങ്ങളില്ല. സിറിയാണ്, കുഴപ്പങ്ങളില്ല. ഈ 3 രാജ്യങ്ങളും ഏറെക്കുറെ ശാന്തമാണ്. ഓരോരോ തലത്തിൽ ഓരോരോ രീതിയിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലെബനാൻ കുഴപ്പമുണ്ട്, അവർ ആക്രമിക്കുന്നു, അവരാക്രമണം നിർത്തിയിട്ട് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തുടങ്ങിയ യുദ്ധം ഇപ്പോഴും അത് തുടരുന്നു. അത് ഇനിയും തുടരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ലെബനാൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ പക്ഷം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്രത്തിലൂടെയും അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ശുദ്ധ നുണയാണ്. അതിശക്തമായിരിക്കുന്ന യുദ്ധമാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള നാശവും നഷ്ടവും ഇസ്രായേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.